ഇപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ഇതൊന്ന് തുറന്നു നോക്കാൻ പോകണം. അകത്ത് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. അപ്പം നമുക്കിത് പൊട്ടിക്കാം. നല്ല ചൂടുണ്ട്, അപ്പം ഇങ്ങനെ പൊട്ടിക്കാൻ നടക്കൂല. ഇത് പൊട്ടിക്കാൻ നല്ല സുഖം അല്ലേ? എന്താ ഉള്ളിൽ നിന്ന് ആകാംക്ഷ തന്നെ. പൊളിക്കോ പൊളിക്കും. ഹലോ ഫ്രണ്ട്സ്, ഫുഡ്4 പീപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേരുടെ ഒരേ കംപ്ലൈൻറ്റ്, നമ്മൾ പുതിയതായിട്ട് ഒരു വെറൈറ്റി ഒന്നും ഉണ്ടാക്കുന്നില്ല, കണ്ടുപിടിക്കുന്നില്ല എന്നൊക്കെ അല്ലേ. അപ്പോൾ ഇന്ന് ആര് കേൾക്കാത്തൊരു വെറൈറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, കിഴിമന്തി. അപ്പോൾ നമ്മൾ കുഴിമന്തി ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് കിഴിമന്തി. നമ്മൾ അതിൽ കേട്ടിട്ടുണ്ടാവില്ല ആരും. നമ്മുടെ ട്രൈ ആയിരുന്നു അങ്ങനെ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിഴിമന്തി എങ്ങനെ ഉണ്ടാകുന്ന നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. കട്ട കർപ്പൂരം പിടിക്കട്ടെ. അപ്പോൾ ഇത് നമുക്ക് കത്തിക്കാം. ഇനി അതൊക്കെ പിടിച്ചോളാം. അങ്ങോട്ട് കുറച്ച് സമയം വെയിറ്റ്, നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായി കഴുകി കണ്ടെടുക്കുക. കിഴിമന്തിക്കുള്ള ചിക്കൻ മസാല തയ്യാറാക്കാം. ആദ്യം ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പൊടി, മുളക് പൊടി, അല്പം ഫുഡ് കളർ, മുളക് പൊടി. മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടി നമുക്ക് എല്ലാ കോഴിയിലെ പീസ് നമുക്ക് ഓരോ ഇങ്ങനെ കുത്തുകൾ ഇട്ട് കൊടുക്കാം. നല്ല ഡീപ്പായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം അല്ലേ? അപ്പോൾ ഡീപ്പായിട്ട് മസാല പിടിക്കും. അല്ലാതെ ഡീപ്പായിട്ടല്ല അല്ലേ? സെറ്റ്. നമുക്കിനി മസാല അങ്ങോട്ട് ചിക്കനിൽ തേക്കണം. മസാല നമുക്ക് ചിക്കനിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചീറുണ്ടാ, നമുക്ക് ഒരു നന്നായി പിടിയാവും. അപ്പം നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചെടുക്കാം. അപ്പോൾ കട്ട കർപ്പൂരം കൊണ്ട് തന്നെ നമുക്കൊന്ന് അടുപ്പ് കത്തിക്കാം. വിറകിൻ്റെ ഒക്കെ ഇടയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തി പിടിക്കും. പിടിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഇഡ്ഡലി ചട്ടിയിലാണ് നമ്മുടെ ചിക്കൻ നമ്മൾ പുഴുങ്ങി വേവിക്കാൻ പോകുന്നത്. അപ്പോൾ മസാല തരച്ച ചിക്കൻ നമുക്കിതിൽ വെക്കാം. നമുക്ക് ചിക്കൻ നോക്കാം. അതിലേക്ക് ഇറക്കി നോക്കാം. ഇവിടെ പിഴുങ്ങിയെടുക്കാം. ആഹാ, മസാലയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട് അല്ലേ? ഓരോ ഹോട്ടലിൻ്റെ ഇടയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ വെച്ചു കൊടുക്കാം. ചില ആൾക്കാർ ഇത്രയും പേര് ഇഡ്ഡലി ചട്ടി ആദ്യമായിട്ട് കാണണ്ടാവല്ലേ? ഞാനും ആദ്യമായിട്ട് കാണുന്നത്. ചിക്കനെ കാണും ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? ഓ ശരി, നീ കഴിക്കുന്നു. പുഴുങ്ങടാ മക്കളെ. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്കിത് തുറക്കാല്ലേ? സ്ഥലം എങ്ങനെ പുക വരും? പുക എനിക്കറിയില്ലേ. പൊളി പൊളി. ഇത് ചീറുമല്ലോ. പൊളി പൊളി. നമുക്കിത് ഇറക്കി വെക്കാതാ. മന്തി റൈസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിക്കാം. പട്ട, ഏലം, സവോള, ഉള്ളി നന്നായി വണങ്ങിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളിയില അരച്ചെടുത്തത്.
വെള്ളം ഒഴിക്കാം. കുരുമുളക്, ഉപ്പ്, പച്ചമുളക്, ചെറുതായി അരിഞ്ഞെടുത്ത ക്യാപ്സിക്കം, അരിഞ്ഞെടുത്ത തക്കാളി, ജീരക, കറാമ്പ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ അരി അങ്ങോട്ട് കൊട്ടാം. പിടിക്കല്ലേ? നമ്മൾ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്ത പിഴുങ്ങൽ ബസ്മതി അരിയാണ്. അപ്പോൾ ഇനി നമുക്ക് കിഴി ഒന്ന് കിട്ടാം. നമുക്കിവിടെ ഇതൊന്ന് കെട്ടി കൊടുക്കാം. മടക്കിക്കോ. വാഴയില വെക്കുമ്പോൾ ഒരു പ്രത്യേക ചന്തമാണല്ലേ? യെസ്. പക്ഷെ അത് പൊട്ടിക്കഴിഞ്ഞു വെച്ചാൽ ഭയങ്കര പക്ഷെ പൊട്ടിച്ച് കഴിക്കാനും വേറൊരു ഫീലാണല്ലേ? എന്ത് വെച്ചാൽ വാഴയില ഒരു പ്രത്യേക ചന്തമാണ്. ടേസ്റ്റ് മാറേണ്ട വെറൈറ്റി ടേസ്റ്റാണ്. സംഭവം ഇപ്പം തന്നെ വായിന്ന് വെള്ളം വരാൻ തുടങ്ങി. നിങ്ങൾക്കും വായിന്ന് വെള്ളം വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇറച്ചി വേവിച്ചെടുത്ത ആ വെള്ളം, ആ മസാലിൻ്റെ വെള്ളം നമുക്ക് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രത്തിന് മേലെ ഈ കിഴിയൊന്ന് വെക്കും. വാ വെക്കുന്നത്. ഇനി ഇത് ഡയറക്റ്റ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ കുഴിയിലേക്ക് ഞങ്ങൾ ഇറക്കാൻ പോകും. സെറ്റില്ലേ? ഒളുകി സ്ട്രൈറ്റ് ആയിക്കോ. ഇതിൽ ഇറക്കി വെക്കാം നമ്മുടെ കിഴിമന്തി. കനലൊക്കെ സെറ്റ് ചെയ്യുന്നില്ല. നമുക്കതൊന്ന് അടച്ചു വെച്ച് ദമ്മിടാം. അപ്പോൾ നമുക്ക് ഈ മാവൊക്കെ ഇട്ട് സൈഡിലൊക്കെ ഒന്ന് പിടിപ്പിച്ച് വെക്കാം. അപ്പോൾ പിന്നെ പുക പുറത്തു പോവില്ല. അപ്പോൾ ഈ അലുമിനിയം ഫോയിൽ കൊണ്ട് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് ഒന്ന് ദമ്മിടാം. നമ്മളെ ദമ്മ് പൊട്ടിക്കാൻ പോകണം അല്ലേ? മെല്ലെ അങ്ങോട്ട് എടുക്കാം. നല്ല ചൂടുണ്ട്. കൈയൊക്കെ സൂക്ഷിക്കാം. ഇതതിനെ പിടിച്ചു തരാം. നിനക്ക് ശൈല ഇപ്പുറത്ത് സൈഡ്. നമ്മൾ കിഴിയൊക്കെ കെട്ടി സെറ്റാക്കി ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഇതൊന്ന് തുറന്നു നോക്കാൻ പോകണം. അകത്ത് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. അപ്പം നമുക്കിത് പൊട്ടിക്കാം. ദമ്മ് നല്ല ചൂടുണ്ട്. അപ്പം ഇങ്ങനെ പൊട്ടിക്കാൻ നടക്കൂല. ഇത് പൊട്ടിക്കാൻ നല്ല സുഖം അല്ലേ? എന്താ ഉള്ളിൽ നിന്ന് ആകർഷിച്ചല്ലേ? ആകാംക്ഷ തന്നെ. പൊളിക്കും.
അയ്യോ തെറ്റിട്ടാ. ഇനി നമുക്ക് അതൊന്ന് എടുത്ത് കണ്ടൊന്ന് പൊളിച്ച് നോക്കാം സുഖല്ലേ. അതുപോലെ കിഴിമതി നമ്മൾ എടുക്കാൻ പോണേ. ടൈമിങ്ങിൽ എടുത്ത വേണ്ട പൊളിക്കും. അതിനെ കൊണ്ട് നമുക്ക് സെർവ് ചെയ്യാം നേരെ അല്ലേ. അതെ. അപ്പൊ നമ്മുടെ വാഴയിൽ പൊതിഞ്ഞ മന്തി കിഴിമന്തി നമ്മളത് ടേസ്റ്റ് ചെയ്യാൻ പോണേ അല്ലേ. അതെ, കഴിച്ചോ. അല്ലേ കഴിക്കും. അപ്പൊ ഇന്ന് നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട്, കൂടുതൽ പുതിയത് വീഡിയോയിൽ കാണാത്ത സുഹൃത്തുക്കളാണല്ലേ ഇത്. ബോംബെ നമ്മളെ ചങ്ങ വന്നിട്ടുണ്ട്. ഹരി എന്നല്ലേ ഹരി? രാഘവ്. രാഘവ്. ഓ മോനെ രക്ഷയില്ല. എന്താ മണം. കറക്റ്റ് ലെഗ് പീസ് കിട്ടിയില്ല. ടൊമാറ്റോ ചട്നിയാണത്. മൈനസ് നോക്കിയോട്ടല്ലോ. ഗസ്റ്റിന് കൊടുക്കും. കുറച്ച് മൈനസ് ഉണ്ട്. സംഭവം കിടിക്കും ജ്യൂസ് ഇല്ലേ. ഇതും കൂടി ഇട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ സംഭവം? അടിപൊളി സൂപ്പറായിട്ടുണ്ട്. കാജു എന്തോന്നും ഇല്ലാത്തത്? അടിപൊളി കഴിക്കും. ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല, സമയം വൈകുന്നേരം ആവാനായി. സംഭവം ചീറിയിട്ട കഴിച്ചു അല്ലേ. അടിപൊളി സാധനം. നന്നായിട്ടുണ്ട്. കിഴിമന്തി ആദ്യമായിട്ടാണല്ലേ നമ്മുടെ ഒരു ട്രൈ. ഫസ്റ്റ് ട്രൈ പൊളിച്ചു. നമ്മുടെ ഇലൻ്റെ ടേസ്റ്റൊക്കെ അതെ, നല്ല അടിപൊളി. ചോറിലും ചിക്കനിലൊക്കെ. അപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ ഉണ്ടാക്കിയ കുഴി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കിഴിയൊക്കെ കെട്ടിയിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ അതുപോലെ അതിൻ്റെ ഒരു ഈ വാഴൻ്റെ മെയിൻ ഈ വാഴൻ്റെ ഉള്ളിലുള്ള ആ മണമൊക്കെ ഒന്ന് ഈ ചോറും ചിക്കനിലൊക്കെ ഒന്ന് ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റിൽ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്താൽ മതി. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നവർക്ക് സാധാരണ നമ്മുടെ ദോശയൊക്കെ ചുടുന്ന പാനിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ സംഗതി അടിപൊളിയായിരിക്കും. സംഭവം ലെഗ് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞില്ലേ. അല്ല, കിഴിയും കഴിഞ്ഞില്ല. കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ റെസിപ്പി ശരിക്കും എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മന്തി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം ഒരു അടിപൊളി കിടിലൻ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.